ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ബേക്കിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായി ബേക്കിംഗ് ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് റാഫെല്ലോ കേക്കാണ്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ശരിക്കും ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സോറി, ഒരുപാട് വൈകിപ്പോയി ഞാൻ വീഡിയോ ഇട്ടതിൽ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന ബൗള്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഈ ഒരു കേക്കിന് ഓയിൽ, ബട്ടർ, അതുപോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന നല്ല സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന ബൗള് നിങ്ങൾ നല്ല ഡ്രൈ ആയിരിക്കണം. ഒട്ടും നനവോ വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ടും ഉണ്ടെങ്കിൽ പോലും ഈ കേക്ക് ശരിയായിട്ട് വരത്തില്ല. നമുക്ക് 3 മുട്ട സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട തന്നെ എടുക്കുക. നല്ല തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ 3 മുട്ടയും ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ ബൗളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ടാൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാനും പറ്റും. എന്തായാലും നമ്മൾ കേക്കിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പോഴേ ചേർക്കുക. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇല്ലാതെയും നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഉടൻ തന്നെ അത് അപ്ലോഡ് ചെയ്യാം, എങ്ങനെയാണ് മുട്ടയുടെ വെള്ള എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നതെന്ന്. ഇലക്ട്രിക് ബീറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ആദ്യം ഈ മുട്ടയുടെ വെള്ളയും അതുപോലെ ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് തട്ടുകയോ ചെയ്യരുത്. വളരെ കുറേശ്ശെ, ഓരോ സ്പൂൺ വീതമായ അത്രയും നല്ലത്. കുറേശ്ശെ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പഞ്ചസാര സമയത്ത് നിങ്ങൾക്ക് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, വിസ്ക് അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെയോ സഹായത്തോടെ ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. കൈ വെച്ച് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് എടുക്കും. എന്നാലും ഇതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഒരു വട്ടം അത് ട്രൈ ചെയ്തതാണ്, പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടില്ലായിരുന്നു. ഞാൻ ഉടൻ തന്നെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ശരിക്കും ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ ബീറ്ററിൻ്റെ മാർക്ക് ഇതുപോലെ തെളിഞ്ഞ് കാണും. അതാണ് കറക്റ്റായിട്ടുള്ളൊരു പരുവം. കണ്ടോ, ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വര പോലെ നമുക്ക് ഈ ക്രീമിൽ ഇങ്ങനെ കാണുന്നതാണ് കറക്റ്റായിട്ടുള്ള പരുവം. ഈ പരുവത്തിന് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. മുട്ടയുടെ വെള്ളയാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയത്. ഇനി മുട്ടയുടെ മഞ്ഞ എടുക്കാം. ഇതിലേക്ക് നമുക്ക് വാനില എസെൻസ്, ഞാൻ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ബട്ടർ എസെൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബട്ടർ എസെൻസും ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ബട്ടർ എസെൻസ് ഇല്ല എന്നുള്ളവരും വിഷമിക്കുകയൊന്നും വേണ്ട. ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് അങ്ങ് ചേർത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഈ ബട്ടർ എസെൻസ് കൂടി ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറുമാണ്. അതുപോലെ മുട്ടയുടെ മണം ഒട്ടും തന്നെ കാണില്ല. നല്ലൊരു ഫ്ലേവറാണ് ബട്ടർ എസെൻസിന്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ മുട്ടയുടെ മണം ഒന്ന് മാറുക. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മുട്ടയുടെ മഞ്ഞ. ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ വെള്ളയിലേക്ക് ഒഴിച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരിക്കലും ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. കാരണം നമ്മളിതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, ബട്ടർ, അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. മെല്ലെ മെല്ലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനിയും നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആൽമണ്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ബദാം പൊടിച്ചെടുത്ത ഒരു 25 ബദാം എടുത്ത് പൊടിച്ചപ്പോൾ കിട്ടിയത് 1/2 കപ്പ് ബദാം പൗഡറാണ്. അതാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. നമുക്കിതിലേക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇനി മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ശരിക്കും ബദാമും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. വളരെ പ്രത്യേകത ഉള്ള ഒരു കേക്ക് തന്നെയാണിത്. കാരണം ഈ ഒരു കേക്ക് നമ്മൾ കോക്കനട്ടും അതുപോലെ ബദാമും ചേർത്തുണ്ടാക്കുന്ന ഒരു കേക്കാണിത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദയും നമുക്കൊന്ന് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാച്ചായിട്ട് ചേർത്താൽ മതി, എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കണ്ട. ബാക്കി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം.
മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് പാടില്ല കേട്ടോ, ഒരിക്കലും ഓവർ മിക്സ് ചെയ്യരുത്. നമ്മുടെ കേക്കിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. കാരണം ഇത് ബേക്കിംഗ് ക്ലാസ് കാണുന്നത് തീർച്ചയായിട്ടും ഒട്ടും അറിയാത്ത കൂട്ടുകാർ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് എല്ലാം ഒന്ന് എടുത്ത് പറയുന്നത്. എല്ലാം ഞാൻ അരിച്ചിട്ടിട്ടുണ്ട്. നിങ്ങളെപ്പോഴും മൈദ ചേർക്കുമ്പോൾ ഇതുപോലെ ബാച്ചസ് ആയിട്ട് ചേർക്കുക, അതായത് കുറേശ്ശെ കുറേശ്ശെ ചേർക്കുക, എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത്. ഇനി മെല്ലെ വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് ക്ലോക്ക് വൈസിൽ വേണം ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് കറക്കാതിരിക്കുക. കണ്ടോ, ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ബാറ്ററാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. നല്ല ഐസ്ക്രീം പോലെ നല്ല പതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കാം. ഒരല്പം ബട്ടർ എടുക്കുക, ഓവറായിട്ടൊന്നും എടുക്കേണ്ട. അതേ കേക്ക് ടിന്നെ ഒന്ന് ഗ്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരല്പം എടുത്തിട്ട് ഈ താഴ്ഭാഗത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഗ്രേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് സൈഡിൽ വേണമെന്നില്ല, എന്നാലും നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് നമ്മളിപ്പം പുരട്ടിയില്ലേ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ബട്ടർ ഇട്ടാൽ കേക്ക് ഡ്രൈ ആയി പോകും, സൈഡെല്ലാം ഡ്രൈ ആവും. ഞാൻ കുറച്ച് ഫ്ലോർ ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. ഇനി ബാക്കി എക്സസ് ആയിട്ടുള്ള ഫ്ലോർ നമുക്കിതുപോലെ തട്ടിക്കളയാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാറ്റർ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. നിങ്ങൾക്ക് ഇനിയിപ്പം ഒരുപാട് വലിപ്പമുള്ളത് എടുത്താൽ കേക്ക് ചെറിയ കേക്കായിരിക്കും. പിന്നെ നമ്മൾ കേക്ക് ടിന്ന് ഏത് അളവ് എടുക്കുന്നോ ആ അളവനുസരിച്ചായിരിക്കും ബേക്കിംഗ് നടക്കുന്നത്. അതായത് നമ്മൾ ഇച്ചിരി കൂടെ വലിപ്പമുള്ള ബേക്കിംഗ് ടിന്നിലേക്കാണ് നിങ്ങൾ ഈ ബാറ്റർ ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ബേക്കായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് പകുതിക്കാണ് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിനുള്ളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓവൻ ഇല്ലാതെയാണ് ഇത് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഇഡലി തട്ടിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. 1 കപ്പ് ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കുക്കർ ഇതിലേക്ക് ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നതെന്ന്. നമ്മളല്ലാതെയാണ് ഉപ്പില്ലാതെയാണ് വേവിക്കുന്നതെങ്കിൽ കേക്കിന് ഒരു കരിഞ്ഞ സ്മെല്ല് പോലെ വരും. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് 5 മിനിറ്റ് നിങ്ങൾ പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് മസ്റ്റാണ്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട്, 5 മിനിറ്റ് വേണമെന്നില്ല, ഹൈ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. ആ ഒരു ടൈമിൽ അത്രയും മതി. ഇനി ഇതിനുള്ളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യുക. ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, തീ നന്നായിട്ട് കുറച്ചിടുക, തീ കൂട്ടി വെക്കുകയേ ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് ബേക്കായിട്ടുണ്ടാവും. പിന്നെ തുറന്ന് നോക്കുക, ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്പഞ്ച് കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ബേക്കായി കിട്ടും. അപ്പം നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഓവൻ ഇല്ലാത്തവർക്കൊരു ഡൗട്ട് കാണും, അതുകൂടി ഞാൻ പറഞ്ഞു തരാം. എൻ്റെ OTG ഓവനിൽ ഞാൻ ബേക്ക് ചെയ്യുന്നത് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്. സെക്ടർ മോഡ് 2 മോഡും വേണം, താഴേന്ന് മുകളിലുള്ള ചൂട് വേണം. അതുപോലെ തന്നെ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത്. കൺവെക്ഷൻ ആണെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 30-35 മിനിറ്റ്. അപ്പോൾ ഞാനിതിപ്പോൾ ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമാണിത്, ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമാണിത്. ലെഫ്റ്റ് ഓവർ വിപ്പിംഗ് ക്രീം എന്ന് പറയും. കാരണം ഞാനിത് ഉപയോഗിച്ച് ബാക്കി വന്നത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ക്രീമൊന്നും ബീറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ഉള്ളത് കൊണ്ട്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുക. അതായത് ഡബിൾ ബോയിൽ ചെയ്ത് വേണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക. അതായത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക, അതിൻ്റെ മുകളിൽ ഈ ബൗൾ ഇറക്കി വയ്ക്കുക. ആ ഒരു ചൂടിലിരുന്ന് വേണം ഇത് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ഇതിനുള്ളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിലും നമുക്കിത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വിപ്പിംഗ് ക്രീം നിങ്ങളൊരു കാര്യം ചെയ്യുക, 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/4 കപ്പ് പഞ്ചസാരപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം നമുക്ക് പലതും അവൈലബിൾ ആണ്. ഫിയോന, അതുപോലെ വിവോ വിപ്പിംഗ് ക്രീം, പിന്നെ വിപ്പ് ടോപ്പിംഗ് വിപ്പിംഗ് ക്രീം, അങ്ങനെ പല ടൈപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് നമുക്കൊരു 1/2 കപ്പാണ് വേണ്ടത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ തയ്യാറാക്കി
ഉണ്ടാക്കിയെടുക്കുക. അതായത് ഒരു തേങ്ങയുടെ തേങ്ങ ഉണ്ടല്ലോ പകുതി മുറിയെടുത്ത് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ നമ്മുടെ തീ കത്തിച്ചിട്ട് വെക്കുക. അതൊന്ന് ചൂടാവുമ്പോൾ ആ ഷെല്ലിൽ നിന്നും പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് സാധാരണ അത് കട്ട് ചെയ്ത് നമുക്ക് ഷെല്ലിൽ നിന്നും പെട്ടെന്ന് തേങ്ങ എടുക്കാൻ പറ്റും. അതെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അടിച്ചെടുത്തിട്ട് ജസ്റ്റ് കോക്കനട്ട് ഓയിലിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് കളറ് ഡിഫറൻസ് ആവരുത് എന്ന് മാത്രം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമും നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒന്ന് വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സ്, വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തില്ലേ, ആ കൂട്ടൊന്ന് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ഒഴിക്കരുത്, ക്രീം ലൂസായി പോവും. പിന്നെ ക്രീം നിങ്ങൾ എടുക്കുമ്പോൾ അമൂൽ വിപ്പിംഗ് ക്രീം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ഐസ്ക്രീം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് കേക്കിനുള്ള ക്രീം അല്ല. നിങ്ങളത് കേക്കിനായിട്ട് ഉപയോഗിക്കരുത്. കാരണം കേക്കിന് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് നന്നായിട്ട് വിപ്പായിട്ട് വരത്തില്ല. ഇനി നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് ആദ്യം നിങ്ങളൊരു നൈഫ് ഉപയോഗിച്ച് ഈ സൈഡൊക്കെ ഒന്ന് വിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങൾ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക. ചൂടോടുകൂടി നിങ്ങൾ എടുക്കാൻ നോക്കിയാൽ പകുതി കേക്ക് ചിലപ്പോൾ ടിന്നിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. കണ്ടോ, നല്ല സ്പഞ്ചായിട്ടുള്ളൊരു കേക്കാണ്. കണ്ടോ, ബട്ടറോ ഓയിലോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തില്ല. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെയാണ് നല്ല അടിപൊളി കേക്ക് നമ്മളിവിടെ തയ്യാറാക്കിയത്. ഇനി നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഈ കേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. 2ആയിട്ട് കട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കേക്ക്. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ നമ്മുടെ ചോക്ലേറ്റിൻ്റെയും അതുപോലെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മിക്സ്, അത് എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് കേക്ക് മൊത്തവും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ബാലൻസ് ഇരുന്ന തേങ്ങാപ്പാലാണ്, അതുകൂടി ഞാൻ ഒന്ന് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലായിടത്തും ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ഷുഗർ സിറപ്പല്ലേ കേക്കിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത്, അതിന് പകരമായിട്ട് ഇതാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ആ ഒരു കറക്റ്റായിട്ടുള്ള റാഫെല്ലോ കേക്ക്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാതെയും വേണമെങ്കിൽ ഉണ്ടാക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയാവും. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം, നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമൊക്കെ പാടായിട്ട് തന്നെ തോന്നും, പിന്നെ പിന്നെ ചെയ്ത് വരുമ്പോഴേ നമുക്കിത് എളുപ്പമായിട്ട് തോന്നത്തുള്ളൂ. ശരിക്കും ഞാനും ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ലായിരുന്നു. ഞാനും നിങ്ങളെപ്പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പഠിച്ച് വന്നതാണ്. അല്ലാതെ ഞാനും ഇത് വലുതായിട്ട് വന്നതൊന്നുമല്ല. ഞാനും മെല്ലെ മെല്ലെയാണ് എല്ലാം പഠിച്ച് വന്നത്. തുടക്കത്തിൽ തന്നെ നമുക്ക് എല്ലാം പഠിച്ച് പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിക്കരുത്. മെല്ലെ മെല്ലെ ചെയ്ത് വരുമ്പോഴേ നമുക്കത് കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലും ആവത്തുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് വരത്തുള്ളൂ. അപ്പം ഞാൻ ബാക്കി ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് കൂടി ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ക്രീം വെച്ചിട്ട് നമുക്ക് ഇത് ഫുള്ള്, നമ്മുടെ ഈ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ശരിക്കും ആ കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കും. അതാണ് റാഫെല്ലോ കേക്ക്. ഇനി സൈഡൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്പാച്ചുലയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അവിടെ തന്നെ എല്ലാ പ്രോഡക്റ്റ്സും അവിടെ തന്നെ നമുക്ക് കിട്ടും. അവിടെ ഇപ്പോൾ ഇലക്ട്രിക് ബീറ്ററും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ പോയി പർച്ചേസ് ചെയ്യുക. കൊല്ലത്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും എനിക്കറിയത്തില്ല. അവിടെ ചോദിക്കുക, നിങ്ങൾ അന്വേഷിക്കുക. എല്ലാ സ്ഥലങ്ങളിലും എന്തായാലും ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടകളൊക്കെ കാണും, കാണാതിരിക്കില്ല. അവിടെയൊക്കെ അന്വേഷിക്കുക. അവരവരെ സ്ഥലത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു ഷോപ്പിൻ്റെ കാര്യം. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയായിരുന്നു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നത്. പിന്നെയാണ് ഇതുപോലുള്ളൊരു ഹോൾസെയിൽ കട ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ആ കടയിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത്. ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മുടെ ഈ ക്രീമിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട് കവർ ചെയ്യണം. നമ്മുടെ റാഫെല്ലോ കേക്കിന് ഇങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇടുക. അതുപോലെ തന്നെ ഈ സൈഡിലും എല്ലാം ഈ കോക്കനട്ട് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം.
പിന്നെ നമ്മുടെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന ഗ്രൂപ്പിൽ എല്ലാവരും മിക്കവരും നല്ല അടിപൊളി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടത് കണ്ടിരുന്നു. നന്നായിട്ടുണ്ട്. പിന്നെ ഒരാൾ സോഫ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ശരിക്കും നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിലാണ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം നിങ്ങളുടെ എല്ലാവരെയും ആ ഒരു ലിസ്റ്റ് എടുത്തിട്ട് നമ്മുടെ യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും, നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം പൊടിച്ചതാണ്, അതുകൂടി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തതാണ്, അതുകൂടി ഒന്ന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ റാഫേല്ലോ കേക്കിന് വളരെ പ്രത്യേക ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ഇല്ല. ഇതുപോലെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ബദാമൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഞാൻ കുറച്ച് പിസ്ത കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിസ്ത അങ്ങനെ ഈ കേക്കിന് വെക്കാറില്ല, ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് കുറച്ച് ബദാമും പിസ്തായും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റാഫേല്ലോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ മാത്രം പോരെ, ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്നമർത്തി ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കണ്ട.